ഓക്കെ, റിയൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എക്കും ബിക്കും ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും HCF അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എ ഈക്വൽ ടു 2 സ്ക്വയർ ടൈംസ് 3 ക്യൂബ് ടൈംസ് 5 റേസ്ഡ് 4ഉം ബി ഈക്വൽ ടു 2 ക്യൂബ് ടൈംസ് 3 സ്ക്വയർ ടൈംസ് 5ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഇവരുടെ HCF ഫൈൻഡ് ചെയ്യണം. HCF ഓഫ് എ കോമ ബി ഈക്വൽസ്, ഇതിൽ രണ്ടിലും HCF ഫൈൻഡ് ചെയ്യണമെങ്കിൽ എക്കും ബിക്കുമുള്ള കോമൺ ഫാക്ടേഴ്സിന്റെ ചെറിയ ലീസ്റ്റ് പവേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. LCM ആണെങ്കിലോ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവേഴ്സും കോമൺ അല്ലാത്ത ഫാക്ടേഴ്സും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്കിവിടെ HCF ആണ് ഫൈൻഡ് ചെയ്തതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അതിന്റെ ലീസ്റ്റ് പവർ ഏതാണ്? 2 സ്ക്വയർ ആണ്. അതിവിടെ എടുത്ത് എഴുതുന്നു 2 സ്ക്വയർ മൾട്ടിപ്ലൈ ബൈ. ഇനി 3 രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ്. 3യുടെ സ്മോളസ്റ്റ് പവർ 3 സ്ക്വയർ, അതുകൊണ്ട് 3 സ്ക്വയറും ഇവിടെ എഴുതുന്നു. ദെൻ ഫൈനലി 5 രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതുകൊണ്ട് 5ന്റെ ലീസ്റ്റ് പവർ 5 റേസ് ടു 1, അതും ഇവിടെ എടുത്ത് എഴുതുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 മൾട്ടിപ്ലൈ ബൈ 3 സ്ക്വയർ 9 മൾട്ടിപ്ലൈ ബൈ 5 ടു ദ പവർ 1 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 4ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടുന്നു. അപ്പോൾ 20 മൾട്ടിപ്ലൈ ബൈ 9 എന്ന് എഴുതിയാൽ മതി. 20 മൾട്ടിപ്ലൈ ബൈ 9 എന്ന് പറയുന്നത് 180 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 180. ഓക്കെ, റിയൽ നമ്പേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. രണ്ട് നമ്പേഴ്സിന്റെ HCF 27, അവരുടെ LCM 162, ഒരു നമ്പർ 54 ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. HCF ഓഫ് എ കോമ ബി മൾട്ടിപ്ലൈ ബൈ LCM ഓഫ് എ കോമ ബി ഈക്വൽസ് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. ഈ ഒരു തിയറം ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമുക്ക് HCF തന്നിട്ടുണ്ട്. എ കോമ ബിയുടെ HCF എത്രയാണ്? 27 തന്നിട്ടുണ്ട്. അവരുടെ LCM തന്നിട്ടുണ്ട്. LCM ഓഫ് എ കോമ ബി 162 തന്നിട്ടുണ്ട്. ഒരു നമ്പർ എ 54 തന്നിട്ടുണ്ട്. നമുക്ക് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഒരു തിയറത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ HCF ഓഫ് എ കോമ ബി, HCF ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് 27 മൾട്ടിപ്ലൈ ബൈ LCM ഓഫ് എ കോമ ബി, LCM ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് 162 ഈക്വൽസ് എയുടെ വാല്യൂ എത്രയാണ്? 54 മൾട്ടിപ്ലൈ ബൈ ബി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ബി ഫൈൻഡ് ചെയ്യാനായിട്ട് ബി ഈക്വൽസ് 27 മൾട്ടിപ്ലൈ ബൈ 162 ഡിവൈഡ് ബൈ 54 എന്ന് ചെയ്താൽ മതി. ഇവിടെ 27ന്റെ ഡബിൾ ആണ് 54 എന്ന് പറയുന്നത്. അപ്പോൾ 27ന്റെ ഇവിടെ 1 ടൈംസ് എഴുതി, ഇവിടെ 2 ടൈംസ് എഴുതി. ഇനി 162 ഡിവൈഡ് ബൈ 2, 16ൽ 2 8 ടൈംസ്, റിമൈൻഡർ 0, 2ൽ 2 1 ടൈംസ്. സോ ബിയുടെ വാല്യൂ 81. ഈസി കാൽക്കുലേഷൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 81. റിയൽ നമ്പേഴ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. Which is the largest number that divides each one of 1152 and 1664 exactly? അതായത് 1152നെയും 1664നെയും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 1152നേക്കാളും 1664നേക്കാളും ചെറിയൊരു നമ്പറാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്നാലാണ് ആ നമ്പർ കൊണ്ട് ഈ രണ്ടിനെയും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും HCF ആയിരിക്കും. കാരണം LCM ആയിരുന്നെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും വലിയൊരു നമ്പറാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ചോദ്യം അനുസരിച്ച് കിട്ടേണ്ട നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും ചെറുതും ആയിരിക്കണം, എക്സാക്ട്ലി ഡിവിസിബിളും ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ എന്ന് പറയുന്നത് 1664ൻ്റെയും 1152ൻ്റെയും HCF ആണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് HCF ഓഫ് 1152 ആൻഡ് 1664 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം വായിച്ചിട്ട് LCM ആണോ HCF ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
ഗിവൺ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ കാലം ചെറിയൊരു നമ്പറാണ് ആൻസർ ആയിട്ട് വേണ്ടതെങ്കിൽ അവിടെ എപ്പോഴും HCF ആണ്. രണ്ട് നമ്പേഴ്സിനേക്കാളും വലിയൊരു നമ്പറാണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ അവിടെ എപ്പോഴും LCM ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം HCF ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1152നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 1152 ഈക്വൽസ് 2 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ആയി ഈവൻ നമ്പർ ആയതുകൊണ്ട് 11ൽ 2 5 ടൈംസ് റിമൈൻഡർ 1, 15ൽ 2 7 ടൈംസ് റിമൈൻഡർ 1, 12ൽ 2 6 ടൈംസ്. അഗെയിൻ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ 2 2 ടൈംസ് റിമൈൻഡർ 1, 17ൽ 2 8 ടൈംസ് റിമൈൻഡർ 1, 16ൽ 2 8 ടൈംസ്. അഗെയിൻ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2ൽ 2 1 ടൈംസ് റിമൈൻഡർ 0, 8ൽ 2 4 ടൈംസ് റിമൈൻഡർ 0, 8ൽ 2 അഗെയിൻ 4 ടൈംസ്. വീണ്ടും 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 14ൽ 2 7 ടൈംസ് റിമൈൻഡർ 0, 4ൽ 2 2 ടൈംസ്. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7ൽ 2 3 ടൈംസ് റിമൈൻഡർ 1, 12ൽ 2 6 ടൈംസ്. അഗെയിൻ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 ഡിവൈഡ് ബൈ 2 1 ടൈംസ് റിമൈൻഡർ 1, 16ൽ 2 8 ടൈംസ്. അഗെയിൻ 18 ഡിവൈഡ് ബൈ 2 ഈസ് 9. 9നെ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. സോ 3 ടൈംസ് 3. എത്ര 2s ഉണ്ട്? 1 2 3 4 5 6 7 7 2s. അതുകൊണ്ട് 2 raised to 7 മൾട്ടിപ്ലൈ ബൈ 3 എത്ര ഉണ്ട്? 2 എണ്ണം. 3 raised to 2 അല്ലെങ്കിൽ 3 സ്ക്വയർ. ഇനി അടുത്തത് നമുക്ക് 1164 അടുത്തത് നമുക്ക് 1664നെ ഫാക്ടറൈസ് ചെയ്യണം. 1664 ഈക്വൽസ് 1664. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ന് സ്റ്റാർട്ട് ചെയ്യാം. 16ൽ 2 8 ടൈംസ് റിമൈൻഡർ 0, 6ൽ 2 3 ടൈംസ് റിമൈൻഡർ 0, 4ൽ 2 2 ടൈംസ്. അഗെയിൻ 2, 8ൽ 2 4 ടൈംസ് റിമൈൻഡർ 0, 3ൽ 2 1 ടൈംസ് റിമൈൻഡർ 1, 12ൽ 2 6 ടൈംസ്. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൽ 2 2 ടൈംസ് റിമൈൻഡർ 0, 1ൽ 2 0 ടൈംസ് റിമൈൻഡർ 1, 16ൽ 2 8 ടൈംസ്. 2ൽ 2 1 ടൈംസ് then 0, 8ൽ 2 4 ടൈംസ്. 10ൽ 2 5 ടൈംസ് റിമൈൻഡർ 0, 4ൽ 2 2 ടൈംസ്. അഗെയിൻ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5ൽ 2 2 ടൈംസ് റിമൈൻഡർ 1, 12ൽ 2 6 ടൈംസ്. വീണ്ടും 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ൽ 1 ടൈംസ് റിമൈൻഡർ 0, 6ൽ 2 3 ടൈംസ്. ഇത് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇതിനെ ഫർദർ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര 2s ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 2 raised to 7 മൾട്ടിപ്ലൈ ബൈ 13 വരും. ഇനിയും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും HCF ഫൈൻഡ് ചെയ്യാം. 1152ൻ്റെയും 1664ൻ്റെയും HCF ഫൈൻഡ് ചെയ്യാം. അപ്പോൾ HCF ഓഫ് 1152, 1664 ഈക്വൽസ്. അപ്പോൾ ഏതൊക്കെ വരും? ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് പവറാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടിലും 7 കോമൺ ആയിട്ടുള്ള പവർ ആയതുകൊണ്ട് 2 raised to 7 നമുക്ക് എടുത്ത് എഴുതാം. 2 raised to 7. ഇനിയും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3യും ഇവിടെ 13 ആണുള്ളത്. അത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ല. അതുകൊണ്ട് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 raised to 7 ആണ്. 2 raised to 7 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 raised to 6 മൾട്ടിപ്ലൈ ബൈ 2 എന്ന് ചെയ്യാം. ഈസി കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 raised to 6 എന്ന് പറയുന്നത് 64 ആണ്. മൾട്ടിപ്ലൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 128. അപ്പോൾ HCF ഓഫ് 1152 ആൻഡ് 1664 എന്ന് പറയുന്നത് 128. ഈ നമ്പർ വെച്ചാണ് 1152നെയും 1664നെയും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ സി. റിയൽ നമ്പേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 70 ആൻഡ് 125 ലിവിംഗ് റിമൈൻഡേഴ്സ് 5 ആൻഡ് 8 റെസ്പെക്റ്റീവ്ലി? അതായത് 70നെയും 125നെയും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാർജസ്റ്റ് നമ്പർ. ആ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ആ നമ്പർ വെച്ച് 70നെയും 125നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 70നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം
125നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8ഉം റിമൈൻഡർ ആയിട്ട് ലഭിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാം. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് HCFും LCM ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, 17നെ 125നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17നെയും 125നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് വെച്ചാൽ 17നേക്കാളും 125നേക്കാളും ചെറിയൊരു നമ്പറാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. റിമൈൻഡേഴ്സിന്റെ കാര്യം എസൈഡ് ആക്കി നിർത്തിയാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 17നെയും 125നേക്കാളും ചെറിയൊരു നമ്പറാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ LCM അല്ല, പകരം HCF ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. ആ ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ നമുക്ക് ഈസിലി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി, LCM അല്ല. കാരണം എന്താ? LCM ആണെങ്കിൽ 17നേക്കാളും 125നേക്കാളും വലിയൊരു നമ്പറാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് രണ്ട് നമ്പേഴ്സിനേക്കാളും ചെറിയൊരു നമ്പറാണ് വേണ്ടത്. എന്നാലാണ് 17നെയും 125നെയും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ ഇനി 17ന്റെയും 125ന്റെയും HCF ഫൈൻഡ് ചെയ്താക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോയാൽ ഉത്തരം തെറ്റും. കാരണം ഇവിടെ 5ഉം 8ഉം റിമൈൻഡർ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കേസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരിക്കലും 17ന്റെയും 125ന്റെയും HCF അല്ല, പകരം എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പ്രൊസീഡ് ചെയ്യുന്നേക്കാൾ മുമ്പ് തന്നിരിക്കുന്ന റിമൈൻഡേഴ്സ്, ഇപ്പോൾ ഈ 17നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടുമെന്നും 125നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 റിമൈൻഡർ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് റിമൈൻഡേഴ്സ് ഈ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് ആദ്യം തന്നെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? 70ൽ നിന്ന് 5 ആദ്യം സബ്ട്രാക്ട് ചെയ്യണം, 65 കിട്ടും. 125ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യണം, 117 കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചോദ്യത്തിൽ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് HCF ഓഫ് 65 ആൻഡ് 117 ആണ്. ഇത് ആൻസർ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 17ന്റെയും 125ന്റെയും HCF അല്ല, പകരം റിമൈൻഡേഴ്സ് കുറച്ചിട്ടുള്ളത് 65ന്റെയും 117ന്റെയും HCF ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 65നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 65 എന്ന് പറയുന്നത് 13 ടൈംസ് 5 ആണ്. ഇനി 117 എന്ന് പറയുന്നത് 13 ടൈംസ് 9 ആണ്, അതായത് 3 ടൈംസ് 3. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 13 ടൈംസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 65ന്റെയും 117ന്റെയും HCF ഫൈൻഡ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ഇവിടെ 13 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അതിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് രണ്ടിലും 1 ആണ്. അപ്പോൾ നമുക്കിവിടെ HCF ഓഫ് 65 ആൻഡ് 117 എന്ന് കിട്ടുന്നത് ആൻസർ 13 ആണ്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ റൈറ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 17നെ ഞാൻ 13 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 70ൽ 13 5 ടൈംസ് 65, റിമൈൻഡർ 5 കിട്ടി. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ ഓക്കെ ആണ്, 5 റിമൈൻഡർ കിട്ടി. ഇനി 125നെ 13 വെച്ച് ഡിവൈഡ് ചെയ്യാം. 125ൽ 13 9 ടൈംസ് 117, റിമൈൻഡർ 8. അപ്പോൾ ഇവിടെയും നമുക്ക് റിമൈൻഡർ 8 കിട്ടി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഇവിടെ റിമൈൻഡേഴ്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ രണ്ട് നമ്പേഴ്സിന്റെ HCF ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 13 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റിയൽ നമ്പേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം.
ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പറിനെ 143 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 31 അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നു. ആ സെയിം നമ്പറിനെ 13 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു തിയറം ഉണ്ട്, അത് യൂസ് ചെയ്യണം. വേറൊന്നുമല്ല, ഡിവിഡൻഡ് ഈക്വൽസ് ഡിവൈസർ മൾട്ടിപ്ലൈ ബൈ കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഈ ഒരു തിയറം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 7 ഡിവൈഡ് ബൈ 2 നമുക്ക് കോഷ്യന്റ് കിട്ടുന്നത് 3 ആണ്. കാരണം 3 ടൈംസ് 6 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിവിഷനാണ്. ഇവിടെ ഈ 7 ആണ് ഡിവിഡൻഡ്, 3 ആണ് കോഷ്യന്റ്, 2 ആണ് ഡിവൈസർ, 1 ആണ് റിമൈൻഡർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 143 വെച്ചിട്ടാണ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈസർ ആയിട്ട് വരുന്നത് 143 മൾട്ടിപ്ലൈ ബൈ കോഷ്യന്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അൺനോൺ നമ്പർ ആയതുകൊണ്ട് അതിനെ എക്സ് എന്ന് സങ്കല്പിക്കാം. പ്ലസ് റിമൈൻഡർ 31 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് 143x പ്ലസ് 31. ഇവിടെ നമ്മൾ 7നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ 7 ഡിവിഡൻഡ് ആയതുപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിവിഡൻഡ് നമുക്ക് എക്സിന്റെ ടേംസിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സെയിം നമ്പറിനെ 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 143x പ്ലസ് 31നെ 13 വെച്ച് ഡിവൈഡ് ചെയ്യണം. 143 ഡിവൈഡ് ബൈ 30 എന്ന് പറയുന്നത് 11 ആണ്. കാരണം 11 ടൈംസ് 13 143 ആണ്. അതേപോലെ എക്സ് ഇവിടെ എഴുതാം. 11x മൾട്ടിപ്ലൈ ബൈ 13 143x എന്ന് കിട്ടുന്നു. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. ഇത് പ്രോപ്പർ ഡിവിഷൻ ആണ്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്നതുള്ളൂ. ഇനി 31 താഴേക്ക് എടുത്ത് എഴുതുന്നു. 31ൽ 13 2 ടൈംസ് പോകും. സോ ഇവിടെ 2 എന്ന് എഴുതുന്നു. 2 ടൈംസ് 13 26 ആണ്. 31ൽ നിന്ന് 26 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിട്ടുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ ഓപ്ഷൻ ഡി 5.